നമസ്കാരം. റിപ്പോർട്ടർ സ്പോർട്സിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. നമുക്കിപ്പം സീനിയർ സ്പോർട്സ് ജേർണലിസ്റ്റ് ശ്രീ ദിലീപ് പ്രേമേന്ദ്രൻ സർ, സ്വാഗതം. നമസ്കാരം. അപ്പോൾ നമ്മൾ വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ഒരുപാട് അട്ടിമറികൾ നടക്കുന്നു. സ്പെയിൻ ഉൾപ്പെടെയുള്ള ടീമുകളൊന്ന് പേടിക്കുന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് റൗണ്ട് ഏറെക്കുറെയൊക്കെ പൂർത്തിയാകുമ്പോൾ കിരീട സാധ്യതകൾ ഇപ്പോൾ മുന്നിലുള്ള ടീമുകളിൽ ഏതൊക്കെ സാർ കാണുന്നു? നമ്മൾ പ്രതീക്ഷിച്ച ടീമുകൾ തന്നെ ആയിരിക്കും. ഇപ്പോൾ അർജൻറ്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, പോർച്ചുഗൽ, ഇവരാണ് എൻ്റെ അഭിപ്രായത്തിൽ മുന്നോട്ട് നിൽക്കണം. ബ്രസീലിൻ്റെ കാര്യം രണ്ടാമത്തെ റൗണ്ട് അനുസരിച്ചിരിക്കും. അത് നല്ല ടഫായിട്ടുള്ള കളിയാണ് ജപ്പാൻ. പക്ഷെ അത് മറികടന്നാൽ എനിക്ക് പൊതുവേ ബ്രസീലിനെ പറ്റിയൊരു പ്രതീക്ഷ ഉണ്ട്. എന്താ വെച്ചാൽ അവർ ഓരോ കളിക്കും തോറും അവർ കുറച്ചും കൂടി സെറ്റിൽഡ് ഒരു ടീമായി കാണുന്നുണ്ട്. അപ്പോൾ ഒരു 5-6 ടീം തന്നെയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. നെതർലൻഡ്സ് പറയാൻ മറന്നു. ഇപ്പോൾ ബ്രസീലിലേക്ക് നമുക്ക് വരാം. ഓരോ മത്സരത്തിലും ഇംപ്രസീവായ ഒരു പെർഫോമൻസ് തന്നെയാണ് അവർ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ മൊറോക്കോക്കെതിരായ അത് കുറെ കൂടി ഡിഫൻസീവ് ശൈലിയിലായിരുന്നു ആഞ്ചലോട്ടി തയ്യാറാക്കിയത്. പിന്നീട് വിനി മികച്ച രീതിയിൽ ഫോം ആവുന്നു. വിനി ഗ്യുമാറസ് കൂട്ടുകെട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ സ്കോട്ട്ലൻഡിനെതിരായ വിജയമൊക്കെ അവർക്ക് വലിയൊരു പോസിറ്റീവ് നൽകിയിട്ടുണ്ടാവും. ഒപ്പം ഇനി സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജപ്പാൻ ഏത് രീതിയിലായിരിക്കും ബ്രസീലിൽ പണിയെടുക്കുക? പ്രത്യേകിച്ച് ഫുൾ ബാക്സ് ഇപ്പോഴും ബ്രസീലിൽ സെറ്റ് ആവാനുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ജപ്പാൻ വൈഡായിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. അവർ പല കളിയിലും അങ്ങനെ അവരുടെ വിങ്ങേഴ്സ് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ടീമാണ്. അത് ടഫായിട്ടുള്ളൊരു കളിയായിരിക്കും. എന്ന് വെച്ചാൽ ജപ്പാൻ നല്ല സ്പീഡിൽ കളിക്കുകയും ചെയ്യും. സ്പീഡിൽ ബോൾ മൂവ് ചെയ്യണ ഒരു ടീമും കൂടിയാണ്. അതാണ് അവർ നെതർലൻഡ്സിനെയൊക്കെ അത്രയും ബുദ്ധിമുട്ടിച്ചത്. സ്വീഡനെതിരെ നന്നായി കളിച്ചു, ടുണീസിയെ തകർത്തു. അപ്പം അങ്ങനത്തെ ഒരു ടീമിനെതിരെ ബ്രസീൽ ശരിക്കും നന്നായി കളിച്ചാൽ തന്നെ ജയിക്കുള്ളൂ. പക്ഷെ ഇപ്പോൾ വലിയൊരു മാറ്റം എന്താന്ന് പറഞ്ഞാൽ ആദ്യത്തെ കളിയിൽ ഈഗോ തിയാഗോനെ കളിപ്പിച്ചത് മാറ്റി മത്തായസ് കുഞ്ഞെ ആകുമ്പോൾ മിഡ്ഫീൽഡും കുറച്ചുകൂടി ശക്തമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലേക്ക് ഡ്രോപ്പ് ചെയ്യണ ഒരു ടിപ്പിക്കൽ നമ്പർ 9 ഒന്നും അല്ല. ഒരു 4-3-3 എന്ന് പറയുന്നുണ്ടെങ്കിലും 4-4-2 ആണ് ബലത്തിൽ വരുന്നത് അല്ലേ? അതെ, ആൻസ്ലോട്ടി ആദ്യം ജോലി എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയം 4-2-4 കളിക്കാനായിരുന്നു. പക്ഷെ അതിനുള്ള കളിക്കാരില്ല. ഇപ്പോൾ 2018 കാശ്മീറോ ആണെങ്കിൽ നിങ്ങൾക്ക് 4-2-4 കളിക്കായിരുന്നു. അപ്പോഴത്തെ കാശ്മീറോ 2 കളിക്കാർക്ക് സമയമായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രായമായ കാശ്മീറോനും ബ്രൂണോ ഗിമറേഷിനും കൂടി ഒരു മിഡ്ഫീൽഡ് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അതിപ്പോൾ അവർ വാമപ്പ് മാച്ചിൽ തന്നെ അവർ കണ്ടുപിടിച്ചു. പാനമയൊക്കെ വളരെ ഈസി ആയിട്ട് പാസ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു മാറ്റം തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. കുഞ്ഞെ ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത് കാരണം മിഡ്ഫീൽഡ് കുറേ കൂടി സ്ട്രോങ് ആണ്. പിന്നെ ലൂക്കസ് പാക്കറ്റും അങ്ങനെ ഒരു പ്യുവർ ഒരു നമ്പർ 10 റോളൊന്നും അല്ല, ഇടയ്ക്ക് മിഡ്ഫീൽഡിലേക്ക് വരാറുണ്ട്. അപ്പം അത് ശരിക്കും ഒരു 4-3-3 പോലെ തന്നെയാണ് ഇപ്പോൾ കളിക്കുന്നത്. അപ്പം അത് ആദ്യത്തെ കളി വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പക്ഷെ അവർ കളിച്ചിട്ടുള്ള 2 ടീമുകൾ അത്ര ശക്തമായിരുന്നില്ല എന്നും പറയാം. അവരെ ശരിക്കും ടെസ്റ്റ് ചെയ്തിട്ടില്ല ആ ടീമുകൾ. സ്കോട്ട്ലൻഡിനെതിരെ അലിസന്റെ പെർഫോമൻസ് കുറെ കൂടി നല്ലതായിരുന്നു. പക്ഷെ അലിസന് വേണ്ടത്ര ഒരു അപ്രിസിയേഷൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഈ വേൾഡ് കപ്പിൽ 3 മാച്ചിൽ ആകെ ഒരു ഗോളാണ് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത്. അതെ, അലിസന് കാര്യമായിട്ട് കഴിഞ്ഞ 2 മാച്ചിൽ കാര്യമായിട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. മെക്ടോമിനിയുടെ 2 ചാൻസ് ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ജപ്പാനായിരിക്കും ഒരു നല്ല ടെസ്റ്റ്. പ്രത്യേകിച്ച് കൂബോ കളിക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി ഒരു ത്രെറ്റാണ്. പിന്നെ അവരുടെ വിങ് ബാക്സും വളരെ ഇഫക്റ്റീവായിട്ട് കളിക്കുന്ന നാക്കമുറ, ഡോവാൻ, അവരൊക്കെ ജുനിയ ഈറ്റോ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കളിക്കാരനാണ് ഡാസിൻ മയേഡ. അപ്പം അങ്ങനത്തെ കളിക്കാരെ ശരിക്കും ശ്രദ്ധിക്കണം. ബ്രസീലിനുള്ളൊരു ഗുണം എന്താന്ന് പറഞ്ഞാൽ മുൻനിരയിലുള്ള കളിക്കാർ കൂടാതെ ഏറ്റവും മികച്ചൊരു സെൻറ്റർ ബാക്ക് പെയറിംഗ് ഉണ്ട്. ഫുൾ ബാക്സ് അത്ര വിശ്വാസമില്ലെങ്കിലും ആ സെന്റർ ബാക്ക് പെയറിംഗ് മറികടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിച്ച പേരാണ്. അതെ. ഒപ്പം തന്നെ ബ്രസീൽ നമുക്കറിയാം കുറെ കൂടി ഒരു ഇമോഷൻ കൊണ്ടുകൂടി കളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ നെയ്മറുടെ ഒരു വരവ് എത്രത്തോളം ആ ടീമിന്, ആ സംഘത്തിന് ഒരു കോൺഫിഡൻസ് നൽകിയിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ 15 മിനിറ്റ് കളിച്ചിട്ടുള്ളെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. ഞാൻ കേട്ടത്, എനിക്ക് അവിടെ ബ്രസീലിൽ വർക്ക് ചെയ്യണ 1-2 പേരെ അറിയാം. അവർ പറഞ്ഞത് കളിക്കാരുടെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രഷർ ഉണ്ടായിരുന്നു നെയ്മറിനെ സ്ക്വാഡിലെടുക്കാൻ. പ്രത്യേകിച്ച് ഇപ്പോൾ വിനീഷ്യസ് ഒക്കെ വളർന്നത് നെയ്മറിനെ ആരാധിച്ചിട്ടാണ്. അപ്പം അങ്ങനത്തെ ആ ഒരു വലിയൊരു മിക്ക കളിക്കാർക്കും നെയ്മർ എന്ന് പറഞ്ഞാൽ വലിയ ഹീറോ ആണ്.
അപ്പോൾ അവർക്ക് സ്ക്വാഡിൽ ഇദ്ദേഹം വേണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ അതും കൂടി കണ്ടിട്ട് വെറുതെ ഒരു ഇമോഷണൽ തീരുമാനം എടുത്തതല്ല സ്ക്വാഡിൽ എടുക്കേണ്ടത്. പക്ഷെ കളിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ മിനിറ്റ് തൊട്ട് കളിക്കണമെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ അവർക്കൊരു ബാലൻസ് കിട്ടിയിട്ടുള്ളത് വിനീഷ്യസിനെ കൊണ്ട് വലുതായിട്ട് നിങ്ങൾക്ക് ട്രാക്കിങ്ങും പ്രസ്സിങ്ങും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതല്ല വിനീഷ്യസിൻ്റെ റോൾ ഒന്നാമത്. കുഞ്ഞ കുറച്ച് ഡീപ്പായിട്ട് കളിക്കുകയും ചെയ്യും, മിഡ്ഫീൽഡിൽ ടാക്ലിങ്ങും ഇതൊക്കെ സഹായിക്കും. പക്ഷെ മറ്റേ സൈഡിലുള്ള റയാൻ പ്രധാനപ്പെട്ട ഒരു കളിക്കാരന്. റയാൻ ആയാലും എൻട്രിക് ആരായാലും, റയാൻ കഴിഞ്ഞ കളിയിൽ പ്രസ് ചെയ്ത പോലെ 34 വയസ്സായ നെയ്മറിന് പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നത് മിക്കവാറും ഒരു 50-60 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി കളിക്കണം. അപ്പം ഫുൾ എനർജിയോടുകൂടി കളിക്കുക. എന്ന് വെച്ചാൽ നെയ്മറിന് മാച്ച് ഫിറ്റ്നസ്സും ഇല്ല. ഇപ്പോൾ ബ്രസീലിയൻ ഫാൻസിന് പോലും ഇപ്പോൾ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അല്ലെങ്കിൽ മൊറോക്കോയ്ക്കെതിരെ ആദ്യം മത്സരം കഴിഞ്ഞ ശേഷം പോലും വലിയൊരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗ്രൂപ്പ് റൗണ്ട് കഴിയുമ്പോൾ, ബ്രസീലിൻ്റെ ഗ്രൂപ്പ് റൗണ്ട് കഴിയുമ്പോൾ ഒരു വലിയ രീതിയിൽ കോൺഫിഡൻ്റ് ആണ്. ആഞ്ചലോട്ടിയിൽ അവർ അത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നത്. ആഞ്ചലോട്ടി ഏത് രീതിയിലാണ് ഈ ഒരു ടീമിനെ ഷേപ്പ് ചെയ്തത്? ഇപ്പോൾ അദ്ദേഹം തന്നെ പലപ്പോഴും പറയാറുണ്ട്, റിസൾട്ട് മാത്രമാണ് നോക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ബ്രസീൽ എന്ന് പറയുമ്പോൾ ജോഗോ ബോണിറ്റോ അതിൻ്റെ ഒരു ബ്യൂട്ടിഫുള്ളൊന്നും പുള്ളി വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആഞ്ചലോട്ടി ഏത് രീതിയിലാണ് ആ ടീമിനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആഞ്ചലോട്ടി ആദ്യം വന്നപ്പോൾ ആദ്യത്തെ 10 സമ്മേളനത്തിന് മുമ്പ് എനിക്കറിയണ കുറച്ച് പേരോട് പറഞ്ഞ ഒരു കാര്യം, എനിക്ക് എൻ്റെ ടീമിനൊരു ഐഡൻറ്റിറ്റി വേണ്ടെന്നാണ്. ഇപ്പോൾ ബാക്കി പല കോച്ചസിനും ഇപ്പോൾ ഗാർഡിയോളയുടെ ടീമിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഒരു ക്ലോപ്പിൻ്റെ ടീമിൻ്റെ ഐഡൻറ്റിറ്റി എന്തായിരുന്നു എന്ന് ആൾക്കാർക്ക് അറിയാം. ഒരു പരിധി വരെ ഇപ്പോൾ ഒരു പോച്ചറ്റീനോ ടീമിനും എങ്ങനെ കളിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റും. മൊറീനിയോ അതേപോലെ തന്നെ. ഇദ്ദേഹം പറയുന്നത് ഐഡൻറ്റിറ്റി വേണ്ട. എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രഡിക്റ്റബിൾ ആവും, മറ്റേ ടീമിന് അത് നോക്കിയിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടീമാണ് എപ്പോഴും ഇഷ്ടം. അപ്പോൾ അതാണ്. പിന്നെ ഏറ്റവും വലിയൊരു കഴിവ്, ഒരു എത്ര വലിയ സ്റ്റാർസ് ആണെങ്കിലും അത് മുമ്പും ഇപ്പോഴും മാനേജ് ചെയ്തിട്ടുള്ള ഒരാളാണ്. AC മിലാനൊക്കെ ഈ ബ്രസീൽ ടീമിൻ്റെ എത്രയോ അധികം താരങ്ങളുണ്ടായിരുന്നു. കക്ക അടക്കം ഉള്ള ഒരു സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു. മോൾഡീനി, ഷെവ്ചെങ്കോ എല്ലാവരും ഉള്ള ടീം. അപ്പം അങ്ങനെ കളിക്കാരെ മാനേജ് ചെയ്ത ഒരാൾക്ക് ഈ സ്ക്വാഡ് ഒരു പ്രശ്നമൊന്നുമല്ല, നെയ്മറും വിനീഷ്യസും ഒക്കെ ഉണ്ടെങ്കിലും. പിന്നെ ഒരിക്കലും അങ്ങനെ ജയിച്ചാലും ഓവർ എക്സൈറ്റഡ് ആവില്ല, തോറ്റാൽ അധികം ഡെസ്പറേറ്റ് ആവാത്ത ഒരാളാണ്. അപ്പം അത് ആ ഒരു മാനസികമായിട്ടുള്ളൊരു ബാലൻസ് വളരെ ആവശ്യമാണ് ഒരു ലോകകപ്പൊക്കെ ജയിക്കണമെങ്കിൽ. എൻ്റെ അഭിപ്രായത്തിൽ ബ്രസീൽ ഈ ലോകകപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റേജസിൽ എത്തുകയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കോച്ചായിരിക്കും.